ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 6ാമത്തെയും 7ാമത്തെയും ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെച്ചിട്ട് ആ ഒരു ചോദ്യം വായിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം കൺസെപ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്? അതായത് 710 ഗ്രാം ക്ലോറിൻ ഗ്യാസിൽ ഉണ്ടാകുന്ന Cl2വിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ആ മോൾസിനെ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ അവഗാഡ്രോ നമ്പറായിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുക. ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. യെസ്, മനസ്സിലില്ലാത്തവർ അത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കുക, എന്നിട്ട് ഇതിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഞാൻ എഴുതുന്നത്. നമ്പർ ഓഫ് മോൾസ് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ചെയ്യണം. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്യണം. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുന്നത് 710 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഗിവൺ മാസ് 710 ഗ്രാം ആണ്. അതുപോലെ Cl2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും, 71 ഗ്രാം ആയിരിക്കും കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചോണം, ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. Cl2വിൻ്റെ മോളിക്കുലാർ മാസ് 71 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാം 71 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ 710/71 നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 1 വരും, മിച്ചം ഒരു 0 വരും. അപ്പോൾ നമുക്കിവിടെ എത്ര മോൾസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, 10 മോൾസ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കണ്ടുപിടിച്ചത് അല്ലേ. നമുക്ക് പക്ഷേ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. ഓക്കെ, മോളിക്യൂളാണ് ചോദിച്ചതെങ്കിൽ മോള് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഈ Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 10 മോൾ എന്നാണ് കിട്ടിയത്. ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ എക്സാമിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു, 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട, അതിനുള്ള സമയം നമുക്ക് അത്രയും ഇല്ല. ഓക്കെ, യെസ്, അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? അതായത് മക്കളെ, ഇതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. എടാ മക്കളെ, Cl2 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. Cl2 എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒരു Cl എന്ന് പറഞ്ഞൊരു ആറ്റം ഉണ്ടാവും, അതുപോലെ മറ്റൊരു Cl എന്ന് പറഞ്ഞിട്ടൊരു ആറ്റം ഉണ്ടാവും. ശരിയല്ലേ? അതായത് നമുക്കിവിടെ മനസ്സിലായി ഒരു Cl-ഉം അതുപോലെ തന്നെ മറ്റൊരു Cl-ഉം കൂടി ചേർന്നിട്ടാണ് Cl2 എന്ന് പറഞ്ഞിട്ടുള്ള എന്തുണ്ടായിട്ടുള്ളത്, ഒരു മോളിക്യൂള് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലായത് കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അത് ഒരു Cl-ൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഒരു Cl-ൻ്റെ കാര്യമാണ് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 പറഞ്ഞത്. ഇതുപോലെ ഇവിടെ എത്ര Cl-ൻ്റെ ആറ്റങ്ങളുണ്ട്, ഇതൊരു Cl-ൻ്റെ ആറ്റാണ്, അതുപോലെ മറ്റേതും ഒരു Cl-ൻ്റെ ആറ്റാണ്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നിങ്ങൾക്കറിയാം 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഉണ്ടാവും അല്ലേ, 10⁻23 ഉണ്ടാവും. അതുപോലെ അടുത്തതിലും ഉണ്ടാകും 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ചെയ്ത് നോക്കണം. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഞാനിവിടെ സ്റ്റെപ്പ് അടക്കം നിങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണേ മക്കളെ, 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, 10⁻23 ഇൻറ്റു 2. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻറ്റു 2 ചെയ്തത്? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇൻറ്റു 2 എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. ഇതല്ലേ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ മനസ്സിലാക്കണം, Cl2വിനകത്ത് ഒരു Cl ഉണ്ട്, മറ്റൊരു Cl ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ യൂസിങ് മൾട്ടിപ്ലൈ യൂസിങ് 2 ചെയ്തത്.
ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. എത്ര കിട്ടി? 10 × 2 ആദ്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കോളും. 10 × 2 എന്ന് പറഞ്ഞാൽ 20 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടി 20 × 6.022 × 10⁻23 ആറ്റംസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ മറ്റേതിൽ നമ്മൾ എഴുതണം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, മറ്റേതിൽ നിങ്ങൾ നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടിയും കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ വാല്യൂ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകർ ഒരുപക്ഷെ മാർക്ക് തരണമെന്നില്ല. നിങ്ങളത് മോളിക്യൂൾസ് ആണോ ആറ്റംസ് ആണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 6th ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് ഒന്നുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം കൺസെപ്റ്റ് നിറഞ്ഞ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 700 ഗ്രാം നൈട്രജൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. അതായത് അമോണിയയുടെ നിർമ്മാണത്തിൻ്റെ സമയത്ത് 700 ഗ്രാം നൈട്രജൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതേ ഒരു റേഷ്യോ നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിൽ ചെയ്തിരുന്നു അല്ലേ. ഏതാണ് നമ്മൾ ചെയ്തത്? 1:3:2 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ലേ? അതുപോലത്തെ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ നമ്മൾ ബേസിക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അമോണിയയുടെ പ്രിപ്പറേഷന്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നത് എന്തായിരിക്കും കുറച്ചും കൂടി നല്ല കാര്യമായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ SSLC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ അമോണിയയുടെ പ്രൊഡക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അടുത്ത് പഠിക്കാനായിട്ട് ഞാൻ ഒട്ടുമിക്ക കുട്ടികളുടെ അടുത്തും ഇത് പഠിക്കാനായിട്ട് പറയാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ സിമ്പിളായിട്ട് പഠിക്കാമല്ലോ. യെസ്, വളരെ സിമ്പിളാണ്. ഇക്വേഷൻസ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ മക്കളെ ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എല്ലാത്തിൻ്റെയും മാസ് നിങ്ങളൊന്ന് പറഞ്ഞേ. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ മാസ് എത്രയാണ്? 28 ഗ്രാം ആണ് അല്ലേ. കാരണം ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, അതുപോലെ മറ്റൊരു നൈട്രജൻ ഉണ്ട്. ഒരു നൈട്രജൻ്റെ മാസ് 14, അടുത്ത നൈട്രജൻ്റെയും മാസ് 14. അതുകൊണ്ട് നമുക്കിവിടെ 14 കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 28 ഗ്രാം എന്ന് കിട്ടുക. അറിയാത്തവർ ഇപ്പോൾ പഠിച്ചു വെച്ചേക്കുക. N2ൻ്റെ മാസ് എത്രയാണ്? 28 ഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ H2ൻ്റെ മാസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H2 എന്ന് പറഞ്ഞാൽ ഒരു H ഉണ്ട്, അതുപോലെ മറ്റൊരു H ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ H2ൻ്റെ മൊത്തം മാസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗ്രാം ആണ്. ഓക്കെ, H2ൻ്റെ മാത്രം മാസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗ്രാം ആണ്. പക്ഷേ മക്കളെ ഇവിടെ 3 H2 വന്നിട്ടുണ്ട് അല്ലേ, 3 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 × 2 എന്ന് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ഹൈഡ്രജൻ്റെ ആണ് എത്ര? 2 ഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 3 ഹൈഡ്രജൻ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 2 ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മൊത്തം മാസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 3 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ഗ്രാം എന്നാണ്. അപ്പോൾ 28ഉം 6ഉം കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അമോണിയയുടെ കൃത്യമായിട്ടുള്ള മാസ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം ഇതാണ്, 700 ഗ്രാം നൈട്രജൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബേസിക്കായിട്ട് ഇക്വേഷനിൽ നിന്ന് അറിയാൻ പറ്റുന്ന കാര്യം ഇതാണ്. 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ അവിടെ 6 ഗ്രാം എന്ത് വേണം? ഹൈഡ്രജൻ വേണം. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 28 ഗ്രാം ഓഫ് എന്താണ് നൈട്രജൻ. അതായത് 28 ഗ്രാം, ഞാൻ സിമ്പിളാക്കിയിട്ട് എഴുതുവാണ്. 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ വേണ്ടത് 6 ഗ്രാം ഹൈഡ്രജൻ ആണ്. അതെവിടെ നിന്ന് എനിക്ക് കിട്ടിയത്? എടാ ബേസിക് ഇക്വേഷനിൽ നിന്ന്. ഈ ബേസിക് ഇക്വേഷൻ ശ്രദ്ധിക്കൂ. 28 ഗ്രാം നൈട്രജൻ ഉണ്ടായിരുന്നെങ്കിൽ 6 ഗ്രാം ഹൈഡ്രജൻ വേണമായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കണം 1 ഗ്രാം നൈട്രജൻ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര വേണമായിരുന്നു? 6/28 ഗ്രാം ഹൈഡ്രജൻ വേണമായിരുന്നു. അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്തത്? മക്കളെ ഇവിടെ 28 അല്ലേ, ഈ 28ന് എന്ത് ചെയ്താൽ മതി? അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് /28 ആക്കി മാറ്റിയാൽ മതി. അപ്പം നമുക്കിവിടെ ഒരു നൈട്രജൻ്റെ എന്ത് കിട്ടും? എത്ര ഹൈഡ്രജൻ വേണം എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ, ഒരു നൈട്രജന് എത്ര ഹൈഡ്രജൻ വേണമെന്ന് ചോദിച്ചാൽ ഈ 28നെ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഒരു നൈട്രജൻ്റെയാണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, യെസ്. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 700 ഗ്രാം നൈട്രജൻ ആണ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ 700 ഗ്രാം, അപ്പോൾ ഇവിടെ ഒരു നൈട്രജൻ്റെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 6/28 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 700 ഗ്രാം ആണ്. അപ്പോൾ 700 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ ഗ്രാമാണ്, എല്ലാതും ഗ്രാമാണ്. 700 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് 6/28
28 ഇൻറ്റു 700. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? അതായത് ഈ 1ൻ്റെ കൂടെ 700 ഇൻറ്റു ചെയ്തപ്പോഴല്ലേടാ നമുക്ക് 700 കിട്ടിയത്. ഇവിടെ ഇൻറ്റു 700 ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യണം? 700 ചെയ്യണം. അതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 6/28 ഇൻറ്റു 700 ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹൈഡ്രജൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്കൂ. 700 ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു 6 ഒക്കെ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടാനായിട്ട് പോകുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 150 എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ മക്കളെ. ഇത് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. 150 ഗ്രാം ഹൈഡ്രജൻ ആയിരിക്കും എന്ത് വേണ്ടത്? യെസ്, 700 ഗ്രാം നൈട്രജന് വേണ്ടത്. ഓക്കെ, 700 ഗ്രാം നൈട്രജന് വേണ്ടത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ബേസിക് ഇക്വേഷൻ എഴുതി. ബേസിക് ഇക്വേഷനകത്ത് നമുക്ക് മനസ്സിലായി 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ വേണമായിരുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ വേണമായിരുന്നു. ഇനി 1 ഗ്രാം നൈട്രജന് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്ന് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക? ഇവിടെ നൈട്രജൻ്റെ 28 ആണ് അല്ലേ? അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഡിവൈഡഡ് ബൈ 28 ആക്കി മാറ്റിയാൽ മതി. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നൈട്രജന് വേണ്ട ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടി. ഓക്കെ, ഒരു N2 വേണ്ട H2 എണ്ണം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 700 ഗ്രാം N2 ആണ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും H2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 700 ഗ്രാം N2 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ളതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 700 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടും. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി 2-3 തവണ കാണുക. കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ SSLCക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇത്തരത്തിലൊരു ചോദ്യം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും നിങ്ങൾ കാണുക. എങ്കിൽ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 150 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. ഇതിൻ്റെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ തന്നെ ഇതേ മോഡലിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ SSLCയുടെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അതുപോലെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദിസ് ഈസ് SSLC എക്സാമിനേഷന് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു. ബൈ.